വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ആർക്കുമേ ഒരു ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സിലെ 10ാം ക്ലാസ് മാത്സിലെ CBSE റീഡറിലെ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് ആ ഒരു ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു പ്രോബ്ലം പറയുന്നത്. ഇതും ഒരു 2 മാർക്കിന് ചോദിക്കാം. വളരെ ഈസി സം ആണ്. അതുകൊണ്ട് തന്നെ CBSEയുടെ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് അറിയാലോ, ഈസി ആയിരിക്കും, ടഫ് ആയിരിക്കും, കുറച്ച് കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. അപ്പോൾ ഇതിലൊരു ഈസി ലെവലിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ഉൾപ്പെടുത്താം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാം. Find the area of the sector of a circle with the radius 6 cm and angle of the sector is 60 degree. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേഡിയസ് കൊടുത്തിട്ടുണ്ട്. റേഡിയസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആംഗിളിനെ നമ്മളിപ്പോൾ തീറ്റ എന്നൊരു ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റേഡിയസും ആംഗിളും കൊടുത്തിട്ടുണ്ട്. ആ ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടി, ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഇതാണ്: ഏരിയ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ 360 into pi r square. ഇതാണ് ഫോർമുല. എല്ലാവരും പഠിച്ചു കൊടുക്കുക. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ തീറ്റ ബൈ 360 into pi r square. ഇതൊരു 2 മാർക്കിന്റെ സം ആയിരിക്കും. ബേസിക്കിലൊക്കെ കൺഫേം ആണ്. ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആയിരിക്കും. തീറ്റ ബൈ 360 into pi r square. അപ്പോൾ ഇതിൽ ഓൾറെഡി വാല്യൂസ് എല്ലാമേ ഗിവൺ ആണ്. അതുകൊണ്ട് നമുക്ക് അത്രത്തോളം കഷ്ടമായിട്ട് ഫീൽ ആവുന്നില്ല. തീറ്റ നമുക്ക് കൊടുത്തിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ഡിവൈഡ് ബൈ 360 into പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ്. അതേപോലെ r വന്നിട്ട് 6 സെന്റിമീറ്റർ. r സ്ക്വയർ ആണ്. അപ്പോൾ 6 into 6 നമുക്ക് എഴുതാം. 6നെ 2 പ്രാവശ്യം എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു സിംപ്ലിഫൈ ചെയ്താൽ മാക്സിമം ടേംസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഈസി ആയിരിക്കും. ഇതെല്ലാം ഫസ്റ്റ് ടൈം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തെന്ന് വെച്ചോ വലിയ വലിയ നമ്പേഴ്സ് വരും. പിന്നെ നമുക്കതിന്റെ ബാക്കിയുള്ള കാൽക്കുലേഷൻസ് വന്ന് ടഫ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഈ 0 കട്ട് 6 1s are 6, 6 6 are 36, ഈ ഒരു 6 ഈ ഒരു 6 ക്യാൻസൽ. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ 22 into 6. അവിടെ ന്യൂമറേറ്ററിൽ വേറെ ഒന്നുമില്ല. ഒരു 22 കിടപ്പുണ്ട്, ഒരു 6 കിടപ്പുണ്ട്. ഡിനോമിനേറ്ററിൽ വന്നിട്ട് ഒരു 7 കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബാക്കി നമുക്ക് ഈസിയാണ്. 22നെ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 22നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 6 2s are 12, 6 2s are 12, 132. 132/7. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം. 132/7 എന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് 132നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 1s are 7, 6 വരും. 2 താഴോട്ട് ഇറക്കുക. 62 വരും. 62 വന്നിട്ട് 8 7s are 56. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോഴത്തേനും എത്ര വരും? 62 മൈനസ് 6 എന്ന് പറയുമ്പോഴത്തേനും 6 വരും. 6 വരും. വേണമെങ്കിൽ നമുക്കൊരു പോയിന്റ് എടുത്തിട്ട് ഒരു 0 പ്ലേസ് ആക്കാം. അപ്പോൾ 7 ടേബിളിൽ മറുപടിയും 8 തന്നെയാണ്. 56 ബാലൻസ് 4 വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മളൊരു ഡെസിമലിന് ശേഷം ഒരു നമ്പർ അല്ലെങ്കിൽ 2 നമ്പർ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും 18.8 എന്ന് കിട്ടി. ഇങ്ങനെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 18.8 ഏരിയ അല്ലേ. അപ്പോൾ ഏരിയയുടെ എപ്പോഴും സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓൾറെഡി സെന്റിമീറ്ററിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് 18.8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് ലെവലിൽ കൺഫേം ആണ്. ലക്കി നിന്നാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ലെവലിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ്.